എൻ്റെ മച്ചാന്മാരെ പ്രോ ഗെയിമർ വേദിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഗ്രാനിയുടെ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി എനിക്ക് ഗ്രാനി ചാപ്റ്റർ 2 ഹാർഡ് മോഡിൽ എസ്കേപ്പ് കുറച്ചൊക്കെ പഠിക്കാനുണ്ട്. അത് കുറച്ചധികം ടഫാണ്, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാൻ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നതനുസരിച്ച് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ മച്ചാൻ നമുക്ക് കമൻറ്റ് ചെയ്തു, ബ്രോ ഏതാണ്ട് ഇന്ത്യൻ ബൈക്ക് 3D കളിക്കാവോ എന്ന് ചോദിച്ചു. പിന്നെ നമ്മളൊന്നും നോക്കില്ല, കളിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോക്കും കൂടി ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഈ ഗെയിമും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല, എന്നാലും നമുക്ക് വീഡിയോ ഇട്ട് പോവാം. സോ എൻ്റെ മച്ചാന്മാരെ അങ്ങനെ നമ്മൾ ഗെയിമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു സുണ്ണിയപ്പനാണ് നമ്മുടെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതെന്ത് സ്ലോ ആണ് ഗൈസ് ഇവൻ നടക്കാൻ തന്നെ. അപ്പോൾ മച്ചാന്മാരെ അവൻ സ്ലോ അല്ല. ഓക്കെ, ഇത് നമ്മുടെ GTA 5 ഏകദേശം ഇന്ത്യൻ മെയ്ഡാന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ടൈപ്പ് സുണ്ണി ഗെയിമാണ്. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതെന്താ? സ്ലോ മോഷനാ, പോടാ. ഓക്കെ, സ്ലോ മോഷൻ അല്ലെങ്കിലും സ്ലോ മോഷൻ രീതിയിൽ തന്നെയാണ് ഈ സുണ്ണ നടക്കണേ. അപ്പോൾ മച്ചാന്മാരെ, അപ്പോൾ നമുക്ക് ഗ്രാനി ഇടാൻ പറ്റാത്ത ദിവസം ഇങ്ങനെയുള്ള ചുണ്ണി വീഡിയോസ് നമുക്ക് ഇടാം. അപ്പോൾ ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, ഇതന്നെ രാഹുലാ. ഓക്കെ, ഇതിനകത്ത് നമ്പറൊക്കെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി വരുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അറിയത്തില്ല. ഇല്ല, എനിക്ക് നമ്പർ ഒന്നും അറിയത്തില്ല ഗൈസ്, എത്രയാണെന്നും. അതുകൊണ്ടാണ് 69 അടിച്ചു നോക്കട്ടെ. ഓക്കെ, ഇല്ല, വണ്ടിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടെ കിടക്കണ ഈ പന വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ട വരും. ബൈക്ക് വല്ലതും ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ബൈക്കുണ്ടോ മച്ചാനെ നിൻ്റെ വീട്ടില്? ഗൈസ്, ഇവൻ്റെ വീട്ടിൽ ബൈക്കല്ല, മുട്ടയുണ്ട് ഗൈസ്. ഇവൻ്റെ വീട്ടിൽ ഒരു സുണ്ണി പോലും ഈ സുണ്ണൻ്റെ വീട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഗൈസ് യാഥാർത്ഥ്യം. നമ്മൾ അത്യാവശ്യം റിച്ച് ആണ് കേട്ടോ മച്ചാന്മാരെ. നമ്മുടെ കയ്യിൽ ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച വെറും നൂബാന്നാണ് ഗൈസ്. എടാ, എങ്ങനെയാടാ വണ്ടിയുടെ ഉള്ളിൽ കയറണേ? ചിലപ്പോൾ നമുക്ക് ഗണ്ണൊന്നും ഇല്ലാണ്ട് നിന്ന് കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിൽ കയറാൻ പറ്റും. എടാ, ഇതിനകത്ത് ഈ ഗെയിമിന് വണ്ടിയുടെ ഉള്ളിൽ കയറാൻ പറ്റില്ല. അയ്യേ, ഞാൻ കണ്ടിട്ടുള്ളതിലൊക്കെ വണ്ടിയുടെ ഉള്ളിൽ കയറാൻ പറ്റൂലോ. ഗൈസ്, കയറാൻ പറ്റും. എടാ മോനെ, ഈ സാധനം മാറിയുന്നേ. ഓക്കെ, അപ്പോൾ മച്ചന്മാരെ അങ്ങനെ നമ്മൾ ഇന്ത്യൻ ബൈക്കിൽ ബൈക്കെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാറാണ് ഓടിച്ചത്. ഇത് ഒരുമാതിരി ഓവർ സൗണ്ടാണ് ഗൈസ്. എൻ്റെ മച്ചന്മാർ ഇത് ലംബോർഗിനി ബുഗാട്ടിയൊക്കെ നടപ്പുണ്ട്. അയ്യോ, ഇത് ബെരാരി അല്ലേ? ഏതേലും വണ്ടി ആവട്ടെ. എൻ്റെ മച്ചന്മാരെ വണ്ടി ഒന്ന് ബ്രേക്ക് ഇട്ട് നിർത്തണം. അതാരാണ് ഗൈസ് ഇത്? ചേച്ചി പോറുന്നോ? അയ്യോ ഗൈസ്, പുള്ളിക്കാര് ഡെഡായി ഗൈസ്. ആരും കണ്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അത് കാര്യമാക്കണ്ട. ഇതെന്താ? അതെന്തോ ഒരു സുണ്ണിയാണ്. അപ്പോൾ മച്ചാന്മാരെൻ്റെ ചീറ്റ് കോഡ്. ചേട്ടാ, സോറി, ചേട്ടൻ കുറച്ചങ്ങ് തെറിച്ച് കിടക്കാം. ഇതെന്താണ് ഗൈസ്? ഇവിടെ ഒരു വാൾ റൈഡ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഏതായാലും നമ്മൾ സുണ്ണിട്ട് പരപ്പിക്കുകയാണ് ഗൈസ്, പരപ്പിക്കുകയാണ്. എൻ്റെ മോനെ ഗൈസ്, നമ്മളേ എടാ ഇതെങ്ങോടാ? എടാ, ഞാനിത് ഏതൊരു പരലോകത്ത്. ഓക്കെ, സന്തോഷമായിട്ടുണ്ട്. എടാ, എൻ്റെ മോനെ ഗൈസ്, നമ്മൾ വണ്ടി കയറി ഇരുന്നു കേട്ടോ. നമ്മൾ ആരാണ് ഗൈസ്? എടാ, എൻ്റെ മോനെ ഗൈസ് റിയൽ ലൈഫ് ബ്ലഡ് ആട്ടോ. ഇവൻ എന്തൊരു ഗൈസ് ഉരുണ്ടുരുണ്ട് പോണേ. ഇവൻ സ്ലോ മോഷനാണ്. തുറന്ന് അടിച്ചു നോക്കാം. എൻ്റെ മത്സന്മാരെ, ഇത് ഉണ്ട് കേട്ടോ, ചീറ്റ് വർക്കിംഗ് ആണ്. ഇത് എൻ്റെ മുമ്പിൽ ഒരു പോളിഷ് വണ്ടി ഗൈസ്. അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടി 1000 അടിക്കാം. അല്ല, 5000 അടിക്കാം ഗൈസ്. 5000. 1 2 3. ഇത് ഏതോ ഒരു സൂപ്പർ വണ്ടി വന്നിട്ടുണ്ട്. അയ്യോ, വീണല്ലോ. വണ്ടി ഏതാണ് ഗൈസ്? അയ്യോ മച്ചാന്മാരെ, നമ്മൾ വണ്ടിയുടെ മുകളിൽ കയറി നിൽക്കുവാണ്. നമുക്ക് വണ്ടിയൊക്കെ പുല്ലാണ് ഗൈസ്. നമ്മൾ വണ്ടിയൊക്കെ തൂറി എറിയും. എടാ, ഇതിലും നല്ലത് നമ്മുടെ ഇത് തന്നെയാട്ടോ, സാൻ ആൻഡ്രിയാസ് ആണ്. ഇന്ത്യൻ മെയ്ഡ് ആയതുകൊണ്ടാണ്. ഏത് കോപ്പായാലും ഇച്ചിരി കുഴപ്പമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതെന്താണ്?
എടാ ഈ പന്ന വണ്ടിക്ക് ഹാൻഡ്ലിങ്ങും കുഴപ്പമൊന്നുമില്ല. ക്യാമറ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? എൻ്റെ മച്ചാന്മാർ നമുക്കിപ്പോൾ ഈ ക്യാമറയൊക്കെ കേട്ടോ. ഓക്കെ 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 ഓക്കെ. എടാ ഈ വണ്ടിക്ക് ഹാൻഡ്ലിംഗ് ഒന്നുമില്ല ഈ നാട്ടിലെ. ഓക്കെ ഗൈസ്, മച്ചാന്മാരെ നമുക്ക് കാറ് തന്നെ എടുക്കണമായിരിക്കും നല്ലതെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് കോൾ ചെയ്ത് നോക്കാം. ഏതൊരു സുണ്ണി വണ്ടി വരുമോ? 999. ഇതിനകത്തുണ്ടല്ലോ. അയ്യേ മച്ചാന്മാരെ, ഇതൊക്കെ ബുള്ളറ്റും ബൈക്കും ഒക്കെയാണ്. നമുക്ക് എന്നാൽ 200 അടിച്ചു നോക്കാം. എടാ അപ്പോൾ എൻ്റെ 0 വെച്ചുള്ള സംഖ്യകളാണെന്ന് തോന്നുന്നു വണ്ടികൾ വരാനുള്ളത്. 0 അതെൻ്റെ ഒരു പകരം ട്രൈ ആയിരുന്നു. നടന്നില്ല. അപ്പോൾ 200 അടിച്ചു നോക്കട്ടെ. 200-ൽ എൻ്റെ മച്ചാന്മാർ ഇതായിരുന്നു നമ്മുടെ കുതിരയാ. കുതിര കെട്ടുന്ന എൻ്റെ മച്ചാൻ. എൻ്റെ മച്ചാന്മാരെ നമ്മളൊരു പ്രോ കുതിര സഫാരി ആയിട്ട് മാറിട്ടോ. നമ്മൾ ചാടും. എൻ്റെ മച്ചാന്മാരെ, അപ്പോൾ നമുക്ക് കാറിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കാം. കാറാണ് ഫസ്റ്റ്. നമ്മുടെ കുതിരണ്ണനാണ് ഫസ്റ്റ്. എൻ്റെ മോനെ ഗൈസ്, നമ്മുടെ ലംബോർഗിനി. ഇത് ലംബോർഗിനി GTR ആണെന്ന് തോന്നുന്നു. എനിക്ക് സുണ്ണി വണ്ടിയുടെ പേരൊന്നും അറിയത്തില്ല, അതുകൊണ്ട് അത്രയും നല്ലത്. അപ്പോൾ നമ്മുടെ കുതിരണ്ണന് ഭയങ്കര സ്പീഡാണ് കേട്ടോ മച്ചാന്മാരെ. പിന്നെ അറിയാലോ ഗൈസ്, ഡ്രൈവർ ആരാണ്? പ്രോ ഗെയിമറാണ്. അതുകൊണ്ട് കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും. ഇതെന്ത് കോപ്പ്? മച്ചാന്മാരെ ഈ ഗെയിം കുഴപ്പമില്ല. എന്നാലും ലോ എൻഡ് ഡിവൈസിലൊക്കെ കളിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ലോ എൻഡ് ഡിവൈസ് ആണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈയിടെ ഈ കുതിരയൊക്കെ കൺട്രോൾ ഇതെന്നാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിനി കുതിരനെ വിട്ടിട്ട് വേറെ വല്ലതും അടിച്ചു നോക്കിയാലോ ഇനി. ദീ മച്ചാന്മാർ ലംബോദരൻ. ആ സുണ്ണനെ നമുക്ക് വേണ്ട. അവിടെ ട്രെയിനും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതൊന്നും ഇപ്പോൾ വേണ്ട. നമുക്കൊരു കാറാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഒരു 600 അടിക്കാം. 600-ൽ കാറ് തന്നെ. എന്താണ് ഗൈസ്, പട്ടിയാ? എന്തുവാണ് ഗൈസ് ഇത്? നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇത് കേസാവും കേട്ടോ. ഇത് നമ്മളെ ചുമക്കാൻ പറ്റാത്ത എന്തു കോപ്പാടാ അത്? അപ്പോൾ ഗൈസ് മച്ചാന്മാരുടെ അടുത്തേക്കൂടെ ഒരു ലംബോർഗിനി പോകുന്നു. എടാ നമുക്ക് ഈ ഗെയിമിൽ വേറെ ആരെയും വണ്ടി എടുക്കാൻ പറ്റില്ല. നിന്റെ വണ്ടിയാണ് അടിച്ച് പൊട്ടിക്കൂടാ. എടാ നമ്മളെന്താ ഇങ്ങനെ വെക്കണേ? നമുക്കും കുറച്ച് കടിയുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കയറാം വണ്ടിക്കകത്ത്. മച്ചാന്മാരെ നമുക്കിത് വണ്ടിക്ക് ഇതന്നെയാണ് ഗൈസ്. ഓക്കെ ഈ നാട്ടിൽ ലംബോർഗിനിക്കും എല്ലാത്തിനും ഭയങ്കര സ്പീഡ് കുറവാണ്. എന്നാലും ബാക്കി വണ്ടിയിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വണ്ടിയാണ് കേട്ടോ. പിന്നെ ആളുകളൊക്കെ ഇതിനകത്ത് ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ മച്ചാന്മാർ നമ്മളൊരു പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് എന്നെ പറയേണ്ട കേസില്ല. നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവറാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ മച്ചാന്മാരെ, ഡ്രിഫ്റ്റിംഗ് കണ്ടോ? ഇതെന്ത് സുണ്ണിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ബ്രേക്ക് പിടിക്കുന്നതിൻ്റെ അപ്പുറമുള്ള ലൈറ്റ് സുണ്ണി, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എടാ ഏത് വണ്ടിയാലും ഈ വണ്ടിക്ക് ഒന്ന് സ്പീഡ്. മോളെ എൻ്റെ കൂടെ ട്രിപ്പിന് വരുന്നോ? അതെന്താ മോളെ? ബാ ട്രിപ്പിന് പോവാം. എൻ്റെ കൂടെ ട്രിപ്പിന് പോവാന്ന് വാ. നീ എന്താടി എൻ്റെ കൂടെ ട്രിപ്പിന് വരാത്തേ? ഗൈസ് ഇവള് വരുന്നുണ്ടാവും. നമുക്ക് വട്ടാണോന്ന്. ഇതെന്ത് നമ്മളെന്താണ് ഗൈസ് കാണിക്കണേ? ഗൈസ് ഇവളെ എന്നെ കൊന്നേ. ഗൈസ് ഇവളെന്താ കാണിക്കണേ? അവളവിടെ കിടക്കുവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സുണ്ണി ഗണ്ണൊക്കെ എടുത്തേക്കാം. മോടെ ഹെഡ്സോട്ട് കണ്ടിട്ടുണ്ടാണ് എൻ്റെ ചത്ത. ഓക്കെ മച്ചാന്മാരെ ചത്തു എന്ന് തോന്നുന്നു. നമ്മൾ വെറുതെ സുറിയാൻ നിൽക്കുന്നില്ല. നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ കയറി നമുക്ക് വിട്ടേക്കാം. ഇത് ഓപ്പൺ ആവാത്ത മാപ്പാണ്. അതോ ഇതും ഗാലറിയോ? എൻ്റെ മച്ചാന്മാർ ഇതെന്ത് RGB? ഇത് തന്നെ മതി. എൻ്റെ മച്ചാന്മാരെ, നമ്മൾ RGB എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി തിളങ്ങുവാണ് ഗൈസ്. ഇത് നമ്മുടെ വണ്ടിയല്ല, എന്നാലും നമ്മുടെ വണ്ടിയാണല്ലോ. ഇതിനകത്ത്
ഇതെന്ത് കോപ്പാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതെന്ത് ഗൂഗിളാ? അപ്പോ ഇവിടെ പ്രോ ഗെയിമർ വൈറ്റി എന്ന് വെച്ചാൽ വരുമോ മച്ചാമാരെ? യൂട്യൂബിലല്ല ഗൂഗിളിലായാലും കിട്ടണതോ? പ്രോ ഗെയിമർ വൈറ്റി കിട്ടുമോ? ഓ ഗൈസ്, ഇതൊക്കെ എൻ്റെ ഷൊട്ട ഇന്റർനെറ്റ് ആണെന്ന് തോന്നുന്നു. ഇതെന്താ? ട്രെയിൻ? അയ്യേ, ട്രെയിനൊക്കെ ശോക. ഓക്കെ, ഇതൊന്നും വരത്തില്ല ഗൈസ്, മാപ്പൊന്നും വന്നില്ല. അപ്പോൾ നമുക്കിത് കുറച്ച് നമ്പർ ഉണ്ട്. അപ്പോൾ നമുക്ക് ബിഗ് ബോസിലൊക്കെ വന്നിരിക്കുന്ന യാഷ് ഗൈസ്, എൻ്റെ മത്സരം നമ്മളെ പ്രൊഫഷണൽ ആണ്. നമുക്ക് യാഷിനെയൊക്കെ അറിയാം. KGF യാഷ് നമ്മുടെ അളിയനാന്ന് തോന്നുന്നു. എന്താ വിളിക്കാത്ത ഇതെടുക്കുന്നതാണ്, അത് കാര്യമാക്കണ്ട. എനിക്ക് എൻ്റെ വീട് എവിടെയാണെന്ന് അറിയത്തില്ല മച്ചാമാരെ. ഇതാണ് എൻ്റെ എൻട്രൻസ്. എവിടെയാണ് മച്ചാമാരെ എൻ്റെ? ഓക്കെ, റെഡ് ലംബോർഗിനിയൊക്കെ നടപ്പുണ്ട്. എൻ്റെ മോനെ, ഈ വണ്ടി ഓടിച്ച എയർപോർട്ടാണ് ഇത്. എൻ്റെ മോനെ, എടാ ഞാനിത് എങ്ങോട്ടാ പോകണ്ടേന്ന് എനിക്കറിയില്ല. എന്നാലും എത്തി മച്ചാമാരെ. എന്നാലും നമ്മളില്ലേ സാമാനം എടുത്ത് പരക്കുകയാണ്. എന്താണ്ട്? ഓയ്യോ, വാട്ട് എ ക്ലാഷ്. എനിക്ക് ഇങ്ങനെയുള്ള ക്ലാഷ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഡു കമൻറ്റ്. ഒപ്പം പുതിയ പുതിയ ഗെയിമുകൾ കമൻറ്റ് ചെയ്തേക്കുക. പ്ലെയിൻ ഓടിക്കാൻ പറ്റുമോ? ആ പ്ലെയിനൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു. ഈ ഗെയിം ഏകദേശം ഫുള്ളി ഡ്യൂപ്ലിക്കേറ്റ് ആണ്. സാൻ ആൻഡ്രസിൻ്റെ ഏകദേശം കോപ്പി മോഡാണ്. എടാ ഇതെന്നാണ്? ഈ ചുണ്ണിയുടെ അകത്തേക്ക് കയറാൻ പറ്റില്ലേ? ഇല്ല ഗൈസ്, ഇതൊക്കെ വെപ്പാണ്. ഈ വെപ്പ് കാണാനാണോ മച്ചാമാരെ ഞാൻ ഇവിടം വരെ വന്നേ? ഇവൻ തിരിഞ്ഞ് അങ്ങേ കവള വരെ എത്താൻ 1 മണിക്കൂറാണ്. എടാ ഇനി വണ്ടി കയറാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് കയറണമെന്ന്. ഓ വണ്ടി കുടുങ്ങി മച്ചാമാരെ. അപ്പം നമ്മുടെ ലംബോർഗിനി റെയിൻബോയോട് നമുക്ക് വിട പറയാം. ലംബോർഗിനിക്ക് ഒരു ആദരാഞ്ജലി നമ്മൾ നേർന്നിട്ടുണ്ട്. അപ്പോൾ അല്ല മച്ചാമാരെ, അപ്പോൾ ഏതായാലും നമ്മുടെ വണ്ടി ഈ തന്നെയാണ് ഫോൺ ഓഫ് ആവത്തെ. അപ്പോൾ ഏതായാലും നമ്മൾ സങ്കട വാർത്ത അറിയുന്നു, നമ്മുടെ വണ്ടി പോവുകയാണ്. അപ്പോൾ വെറുതെ വണ്ടിനെ വിടണം എനിക്ക് ഒരു കാരണം കൊണ്ടും ഇഷ്ടമല്ല. ബൈ. എൻ്റെ മച്ചാമാരെ, വണ്ടി കരിഞ്ഞു. അതിനിടയിൽ എന്തൊക്കെ ഉണ്ടായെന്ന് ഞാൻ കണ്ടില്ല. ഓക്കെ, നമ്മുടെ വണ്ടി അങ്ങനെ സന്തോഷപൂർവ്വം വിട വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ പ്ലെയിൻ റിയൽ ആണോ എന്നൊന്ന് പറയാം മച്ചാമാരെ. എൻ്റെ ഒരു സ്റ്റിക്ക് ബോംബൊക്കെ ഉണ്ട്. ഇത് എൻ്റെ GTA 5 കൂടി മിക്സ്ഡ് ആണെന്ന് തോന്നുന്നു. അവിടെ വെച്ചോ, അവിടെയും വെച്ചോ. അവിടെ ഇരിക്കട്ടെ മച്ചാമാരെ. ഞാൻ കുറച്ച് 3-4 ചിക്ക് ബോംബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റിയൽ ആണെങ്കിൽ പൊട്ടി തെറിക്കും, ഇല്ലെങ്കിൽ കിടന്ന് മൂഞ്ചും. ഇവിടെ ഞാൻ കണ്ടല്ലോ എവിടെയോ. ഇതിനകത്ത് ഇതെന്താണ് ഗൈസ്? പടക്കം പൊട്ടിക്കണ? ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരുത്തുണ്ട് ബിജു, അവൻ പടക്കം പൊട്ടിക്കണ പോലെ കിടന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കണ മാത്രമാണ് കണ്ടോളൂ. ഓക്കെ, വേറെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഏതായാലും നമുക്ക് പുതിയൊരു സുണ്ണി വണ്ടി സ്പോൺ ചെയ്യിക്കാം. 1 2 3 കോൾ എടുക്കുക. ഇപ്രാവശ്യം നമുക്ക് 888 ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അയ്യോ 88 ആയിപ്പോയി. 888. ഓക്കെ, ഇതുണ്ടല്ലോ. ഓ എൻ്റെ മച്ചാന്മാരെ, അല്ല ഇത് ഏതാണ് മച്ചാന്മാരെ വണ്ടി? അതെനിക്കറിയില്ല. ചവിട്ടാൻ പറ്റുമോ? ചവിട്ടുമല്ല, നമ്മളിന്ന് ഇടിക്കുവാണ്. ഓക്കെ, കാര്യമാക്കണ്ട, എനിക്കിടയ്ക്ക് അങ്ങനത്തെ പ്രാന്തുള്ളതാണ്. ഓക്കെ, ഈ എൻ്റെ മച്ചാന്മാരെ ഫ്രണ്ട് പൊക്കാൻ ഇവൻ അറിയില്ല എന്നാ. അയ്യോ എൻ്റെ മോനെ ഗൈസ്, അത് വേണേൽ നിങ്ങൾ എടുത്തു വെച്ചോട്ടോ. അത് റെയർ സാധനമാണ്, പിന്നെ കിട്ടില്ല. ഓക്കെ, ഈ സ്റ്റണ്ടിൻ്റെ മുകളിൽ കൂടെ ചാടിക്കാട്ടാ. നമ്മളാരാണ് ഗൈസ് ഇവിടുത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡ്രൈവ്? എടാ അതേ നമ്മൾ സ്പോൺ ചെയ്യിച്ചാ ഇതുവരെ പോയില്ലേ ഈ സുണ്ണാമണി? എന്നാൽ അവിടെ കിടക്കട്ടെ. ഓക്കെ, ഇപ്പുറത്ത് നമുക്ക് കയറാവേ. എൻ്റെ മച്ചാന്മാർ, ഈ വണ്ടികളുടെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ എല്ലാ വണ്ടിക്കുള്ളൊരു പ്രശ്നമാണ് ഇത് തന്നെ, ഹാൻഡ്ലിങ് ഇല്ല. ഒരു സുന്നാമണി പോലും ഉമ്മാരെ ഹാൻഡ്ലിങ്ങിൽ കൊടുത്തിട്ടില്ല. എല്ലാ വണ്ടിക്കും ഒരേ ഹാൻഡ്ലിങ് ആണെന്നുള്ള ഒരു സത്യം എനിക്ക് മാത്രമാണ്. എൻ്റെ മോനെ ഗൈസ്, ഇതെന്താണ് ഗൈസ് ഇവൻ്റെ കോത്തിൽ? ഇതെന്താ മച്ചാമാരെ? ഇത് വൻ കോമഡി ആയി. നമുക്ക് ബൈക്കിൽ നിർത്തി ആടാം. ഒരു റെയർ അല്ല ഗൈസ് ഒക്കെ.
ആ മച്ചാനെ നീ കരന്നോ. ഫോൺ എടുക്കടാ, ഫോൺ എടുക്ക്, സ്ലോ മോഷൻ ഇട്ടെ. ഓ ഇത് GTA 5 അതേ ഒരു മോഡലാണ്. ചെക്കൻ ചത്തപ്പ എന്താണ്ട് സൗണ്ട് ഒക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അത് ആദരാഞ്ജലി മ്യൂസിക് ആയിരിക്കാം. ഇതെന്താണ് മച്ചാമാരെ, വേസ്റ്റഡ്. ഓക്കെ, എങ്ങനെ ഇരിക്കുന്നു? ഓ വേസ്റ്റഡ് ആയ ആദ്യം തൊട്ട് ഈ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യുവാണ്. ഇതെനിക്ക് അത്ര കാര്യമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ സബ്സ്ക്രൈബർ ഞാൻ പറഞ്ഞോളാണ്, നമ്മൾ കളിച്ച് സംഭവം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, ചുമ്മാ വേൾഡ് എക്സ്പ്ലോർ ചെയ്ത് നടക്കാനാണെന്ന് തോന്നുന്നു. അപ്പോൾ വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സൊക്കെ ഉണ്ട് എന്നോട് കമൻറ്റ് ചെയ്താൽ ഞാൻ നോക്കാം കളിക്കാൻ. അപ്പോൾ ചിലപ്പോൾ നാളെ ഗ്രാനി ചാപ്റ്റർ 2 വരാനുള്ള ചാൻസ്, നാളെ ഗ്രാനി ചാപ്റ്റർ 2ൻ്റെ വീഡിയോ വരാനുള്ള ചാൻസ് കുറവായിരിക്കും. നോക്കാം. അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പുതിയൊരു വീഡിയോയുടെ പിന്നെ കാണാം. ചമറെ ബൈ.